സൂപ്പർ സൂപ്പർ ബെസ്റ്റ് പടം. ത്രില്ലർ പടമാണ്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഭയങ്കര അരമണിക്കൂർ കുഴപ്പമില്ല, ഒന്ന് കാണാം. നന്നായിരുന്നു, കുഴപ്പമില്ല. നല്ല പടം, സൂപ്പർ പടം, സൂപ്പറായിട്ടുണ്ട്. കുഴപ്പമില്ല. മമ്മൂട്ടി, ജയറാം കൂട്ടുകെട്ട്, കനൽക്കാറ്റ്, അർത്ഥം, ധ്രുവം, 5-10 ഡയറക്റ്റ് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. ബീജിയം സൂപ്പർ, വളരെ വളരെ നന്നായിട്ടുണ്ട്. മമ്മൂട്ടി സഹോദര ബന്ധം ഏട്ടനിയന്മാർ നല്ല സൂപ്പർ ത്രില്ലർ. ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാം. വയലൻസ് കാര്യങ്ങളൊന്നുമില്ല, അതെല്ലാം കുഴപ്പമൊന്നുമില്ല. പാഠം സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ത്രില്ലിങ്ങാണ്. മമ്മൂട്ടി മോഹൻലാലും വളരെ ഭംഗിയായിട്ട് 2024 സൂപ്പർ വിജയം, മെഗാ ഹിറ്റിലേക്ക് കിടക്കേണ്ട ഒരു പടമാണ്. കാരണം വെച്ചാൽ ജയറാം സാറിൻ്റെ ആ ശൈലി തന്നെ വളരെ മാറ്റം വരുത്തിയിട്ടുള്ള അഭിനയമാണല്ലോ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ആവറേജ്, നല്ല പടം, നല്ല സിനിമ, നന്നായിട്ടുണ്ട് പടം, വിജയിച്ചു. പൊളിച്ചു സൂപ്പറായിട്ടുണ്ടായിരുന്നു. സൂപ്പർ പടം, അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതുണ്ട്, അതെന്തായാലും പോയി കാണും. പറഞ്ഞ സ്പോയിലർ ആവും. അതുകൊണ്ട് സൂപ്പർ, നല്ല പടം, നല്ല ഡയറക്ഷൻ, നല്ല ആക്ടിങ്, അടിപൊളിയുണ്ട്. അല്ല, ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. അതുപോലെ ഒരു ത്രില്ലിംഗ് ആണ്. അതുപോലെ മമ്മൂട്ടി സാറിൻ്റെ ഗസ്റ്റ് അപ്പിയറൻസും നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. പിന്നെ മിഥുൻ മാനുവൽ സാറിൻ്റെ ഒരു നല്ലൊരു മിഥുൻ തോമസ് സാറിൻ്റെ ഒരു അടിപൊളി സ്റ്റോറി തന്നെയാണ്. നന്നായിരുന്നു പടം, അടിപൊളി. ഇന്റർവ്യൂ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. നൈസ് മൂവി, ത്രില്ലർ മൂവിയാണ്. ക്ലൈമാക്സ് വരെ യാതൊരു ചടപ്പില്ല. അടിപൊളി മൂവി. ഫസ്റ്റ് തന്നെ ട്വിസ്റ്റ്, സസ്പെൻസേ ഉള്ളൂ, കാണാനേ വേണം. സിനിമ അടിപൊളി തന്നെ. നമ്പർ വൺ അടിപൊളി സൂപ്പർ, അടിപൊളി, നല്ല പടാ. ത്രില്ലറാ, നല്ല പേടിക്കാണ്ട്. ഒരു രക്ഷയില്ല. മമ്മൂട്ടിയുടെ എൻട്രിയൊക്കെ പവർ. ജയറാമിന്റെ ആക്ടിംഗ് ഒന്നും ഒരു രക്ഷയില്ല. അതിന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഫുൾ ത്രില്ലർ, എല്ലാം ഓക്കെയാണ്. ജയറാമിന്റെ അതുകൊണ്ട് അടിപൊളി. ഫുള്ള് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഫുള്ള് എന്തെങ്കിലുമൊക്കെ അടുത്ത് എന്താവുന്നൊന്നും. അതെ, ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ്. പാർട്ട് 2 ലീഡിങ് എന്നാലും ചെറുതായിട്ട്. നമുക്ക് മിഥുൻ മേനോൻ ആളുടെ പടം പറഞ്ഞാൽ ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും. കഥകൾ, സ്റ്റോറിയൊക്കെ നല്ല പോലെ ആയിരിക്കും. അതിനെ വെച്ച് നന്നായിട്ട് അടിപൊളിയായിരുന്നു. നല്ല ഫിലിം, ത്രില്ലറാണ്, സസ്പെൻസ് ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിമാണ്. ടെസ്റ്റ് ഉണ്ട്. ജഗദീഷ് കുഴപ്പമില്ല. ആൾ ഇപ്പോൾ പ്രത്യേകിച്ച് ജഗദീഷിൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ജഗദീഷ് എടുക്കുക. നന്നായിട്ട് അഭിനയം, ക്യാരക്ടർ വൈസൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് ജഗദീഷ് നന്നായിട്ട് ലേഖൊന്നുമില്ല, നന്നായിട്ട് സൂപ്പർ. നമസ്കാരം. വളരെയധികം സന്തോഷം. ജയറാമേട്ടൻ്റെ ശരിക്കും ആ ഒരു കുടുംബ പ്രേക്ഷകരുടെ നായകൻ എന്ന് പറയും. കുടുംബ പ്രേക്ഷകരുടെ നായകൻ തന്നെയാണ്. അതിൽ നിന്നും വേറിട്ടൊരു ഗെറ്റപ്പിലും സെറ്റപ്പിലായിട്ട് ഗംഭീരമായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഒരു സെക്കൻഡ് ഹാഫൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിട്ടുള്ളൊരു നിർത്തലാണ് പടം. ഒരു ഇമോഷണൽ ഡ്രാമ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ്. മൊത്തത്തിൽ ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങൾ, പിന്നെ ഈ സസ്പെൻസൊക്കെ എന്തായാലും കഴിഞ്ഞ് ഫസ്റ്റ് ഷോയോടുകൂടി മമ്മൂക്കയുടെ ഒരു ഗംഭീരം. ആ ഇൻട്രോ രണ്ടുപേരും തമ്മിലുള്ള ഇതുവരെ ഈ സസ്പെൻസ് ആയിരുന്നു. എന്തായാലും ഇപ്പോൾ സിനിമ ഇറങ്ങിയതുകൊണ്ട് ഗംഭീരം. എന്തായാലും ഒരു ഇമോഷണൽ ഡ്രാമ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിട്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ മിഥുൻ മാനുവൽ തോമസ് എന്നുള്ള ആ ഒരു ഡയറക്ടറുടെ ആ ഒരു രീതിയിൽ നമ്മൾ ഈ പടത്തിനെ കാണണം. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. മൊത്തത്തിൽ അഭിപ്രായം എല്ലാവരും ചോദിക്കണം. ഓക്കെ, സന്തോഷം. ഓക്കെ.
അല്ല അങ്ങനെ വയലൻസ് എന്നില്ല, അങ്ങനെ വയലൻസോ അങ്ങനെ വലിയൊരു സംഭവങ്ങളൊന്നുമില്ല. നമുക്കതൊരു അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഒരു അല്ലേ ഒരു ഡ്രാമ എന്നുള്ളൊരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്നുണ്ടല്ലോ. അത് എന്താ പറയുക, നമ്മൾ ഒരു പകുതിയും ഒരു ത്രില്ലടിച്ച് പോകുന്നുണ്ട്, പകുതിക്ക് ശേഷം അതൊരു ചെറിയൊരു സങ്കടം ആവുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. അവസാനം എൻഡിങ് ഒരു പൂർണ്ണതയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഒരു സെക്ഷൻ കൂടി ഇനി വരാനുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇതുവരെ നമ്മൾ ഫുള്ളും സസ്പെൻസ് ആയിരുന്നു. നമ്മൾ ഫാൻസിൻ്റെ പരിപാടിയിലാണ് മറ്റുള്ളതെല്ലാം പങ്കെടുത്താണ്. എല്ലാം നോക്കാം നമുക്ക്. ഗംഭീരം, എല്ലാവരും കാണട്ടെ. എന്തായാലും ഗംഭീരമാട്ടെ. ഗംഭീര തുടക്കം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ നമ്മുടെ കലണ്ടർ പ്രകാശനത്തിന് പറയുന്നുണ്ടായിരുന്നു, മിഥുൻ മാനുവൽ പ്ലസ് ജയറാം ഈസിക്കൽ ടു ഓസ്ലർ. അത് നിരാശപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. ജയറാമേട്ടൻ ഇന്നലെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഗംഭീരമാവട്ടെ. ബാക്കി എല്ലാവരും പ്രേക്ഷകരാണ്. സന്തോഷം. ഓക്കെ. വളരെ ഗംഭീര പടം. ഒരു ജയറാമേട്ടൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവ് തന്നെ പറയാം. ഒരു കുറച്ചു കാലം ആളൊരു ഫാമിലിയും ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടൊരു ത്രില്ലിങ് മൊമെൻറ്റിലേക്ക് വന്നിരിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ജയറാമേട്ടൻ വേഷം ഇടുന്നത്. പക്ഷെ അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് വന്നത് നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഭയങ്കര രോമാഞ്ചം. നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല മമ്മൂക്ക ഇങ്ങനൊരു സീൻ. അതൊരു ഇതുവരെ പടം തുടങ്ങണവരെയും ഒരു സസ്പെൻസായി വെച്ചതായിരുന്നു. പക്ഷെ വളരെ ഗംഭീരമായിട്ട് തന്നെ മമ്മൂക്കയുടെ എൻട്രി, അതൊരു രോമാഞ്ചം വരുന്ന രീതിയിലായിരുന്നു. വേറെ ലെവലായിരുന്നു പടം. ഒരു 2.5 മണിക്കൂർ പിടിച്ചിരുത്തും. ഇനി അതെ, തീർച്ചയായും ഇതിൻ്റെ നിർത്തിയത് തന്നെ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം വരുന്ന രീതിയിലാണ്. ഒരു അന്വേഷണം പൂർത്തിയായി രണ്ടാമതൊരു ഇത് തുടങ്ങുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ നിർത്തിയിരിക്കുന്നത് പടം. വളരെ നല്ല അടിപൊളി പടം. ജയറാമിൻ്റെക്കാൾ കുറച്ചുകൂടി നല്ല BGM ഇട്ട് കൊടുത്ത് മമ്മൂക്കയ്ക്കാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. വളരെ 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 നന്നായിരുന്നു. ഇല്ല, നമ്മളിപ്പോൾ അങ്ങനെ എല്ലാം ത്രില്ലടിപ്പിച്ച് നിൽക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ ഇനി എന്താവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5-ാം പാതിര സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു സിനിമ പോലെ നമ്മൾ ഇനിയും ഇൻ്റർവെല്ലിനെ നിർത്തുന്നത് തന്നെ വളരെ ഒരു ത്രില്ലിങ് മൂമെൻറ്റിലാണ്.